ഇറാനുമായുള്ള സമാധാന കരാർ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ അന്തിമമായ ബദൽ മാർഗം തേടുമെന്നും ട്രംപിന്റെ ഭീഷണി. അതേസമയം കരാർ അന്തിമമായിട്ടില്ലെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് മെറിൻ മേരി ചാക്കോ. മെറിൻ, വെരി ഗുഡ് മോർണിംഗ്. ഒരു കരാറിലേക്കാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഇറാൻ ഇപ്പോഴും പറയുന്നു ആ ഒരു ധാരണയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, അന്തിമ ധാരണയായിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ ഒരു ഇലക്ട്രോണിക്കലി സൈൻഡ്, നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളതല്ല, ഒരു പീസ് ഡീൽ, ഒരു റിമോട്ടായിട്ട് പല ഇടങ്ങളിലിരുന്ന് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ചെയ്ത് അതൊരു രൂപരേഖയാകും എന്നുള്ള കാര്യം, അങ്ങനെയും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഗോകുൽ. പശ്ചിമേഷ്യയിൽ സമാധാനം വിളിച്ചോതുന്ന എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കരാർ തന്നെയാണ് അമേരിക്ക ഇറാൻ കരാർ. ഈ സമാധാന കരാർ അവസാന നിമിഷവും അവ്യക്തത തുടരുകയാണ്. ഇന്ന് കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഒപ്പുവെച്ചാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ഇറാന് ആണവായുധം ലഭിക്കാതിരിക്കാൻ കരാറിലൂടെ ഉറപ്പാക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക കൈവശപ്പെടുത്തും, അത് പിന്നീട് നശിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ഇത് ഒബാമയുടെ കാലത്ത് ഒപ്പിട്ട കരാറായിരിക്കില്ല, അത്ര ദുർബലമായ ഒരു കരാറായിരിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. എന്നാൽ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ബദൽ മാർഗം നേടുമെന്നും ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം ഇപ്പോൾ ഇറാൻ മറുപടി നൽകുന്നത് കരാറിനുള്ള അന്തിമ ചട്ടക്കൂടായിട്ടില്ല, അത്തരത്തിലൊരു ധാരണയായിട്ടില്ലെന്ന് തന്നെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവ് തന്നെ ഇസ്മായിൽ ബഗേൽ തന്നെ പറയുന്നു, ഇന്ന് കരാറിൽ ഒപ്പിടില്ല, അതിന്റെ വരും ദിവസങ്ങളിലായിരിക്കും കരാർ യാഥാർത്ഥ്യമാകൂ എന്ന് തന്നെയാണ് ഇസ്മായിൽ ബഗേൽ പറയുന്നത്. എന്നാൽ ഈ ഇടക്കാല കരാർ ആദ്യഘട്ടം മാത്രമാണെന്നും ഈ കരാർ അനുസരിച്ചായിരിക്കും ആണവ ചർച്ചകൾ നടക്കുകയെന്നും തന്നെയുമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു, കരാർ 24 മണിക്കൂറിനകം ഉണ്ടാകും. ഇത്ര അടുത്ത് ഈ കരാർ എത്തിയ ഒരു നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല, അത്രത്തോളം ഈ കരാറിന്റെ സംബന്ധിച്ച ധാരണകളായിക്കഴിഞ്ഞു എന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പറയുന്നത് ഇലക്ട്രോണിക് ആയിട്ടും അല്ലെങ്കിൽ വെർച്വലായിട്ടും ഈ കരാർ ഒപ്പുവെച്ചേക്കാമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അവസാന നിമിഷവും ഈ കരാറിനെ കുറിച്ചുള്ള അന്തിമമായിട്ടുള്ള അല്ലെങ്കിൽ അവ്യക്തത തുടരുകയാണ്. കരാർ ഒപ്പിടുമെന്ന് ട്രംപ് പറയുമ്പോൾ അത്തരത്തിലൊരു ധാരണയായിട്ടില്ല, അതിന്റെ ചട്ടക്കൂടുകൾ തയ്യാറായിട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാന് പണം കൈമാറില്ലെന്നും ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം അല്ലെങ്കിൽ അകലെ എന്ന് തന്നെ പറയാൻ കഴിയുന്ന കാര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് കരാറിൽ ഒപ്പിട്ടേക്കാമെന്ന ലോകം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനിപ്പോൾ ഇറാനും മറുപടി നൽകിക്കഴിഞ്ഞു. ക്രിസ്റ്റീന ഗോകുൽ. ശരി, മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും തൊട്ടില്ല എന്ന മറ്റിൽ ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന സമാധാന കരാർ അത് ഇന്ന് സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.